പിന്നെ നിഷ്കളങ്കമായ ഒരുപാട് എന്താ പറയാ മണ്ണിന്റെ മണമുള്ള തമാശ എന്നൊക്കെ പറയില്ലേ. ജാനുവത്തിന്റെ പ്രായം നമുക്കറിയാം. ഈ ജാനു തമാശയിലുള്ള ജാനുവടുത്തി, കേളപ്പട്ടൻ, ബിന്ദു, പവി ഇവരുടെയൊക്കെ ശബ്ദം ഞാൻ തന്നെയാണ്. പലർക്കും അറിയില്ല അത്, കാരണം കാർട്ടൂണിലാണല്ലോ ആദ്യം ജാനു തമാശ വന്നത്. അപ്പൊ അതില് ജാനുവടുത്തി, കേളപ്പട്ടൻ എന്ന് പറയുന്ന അതുപോലെ തന്നെ മൂസക്കിന്റെ ഒക്കെ ശബ്ദം ഞാൻ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. മൂസക്കിന്റെ ശബ്ദം കിട്ടില്ലേ? പഠിച്ച തമ്പിരാനി എന്ത് വർത്താനാണ് ജാനിച്ച് പറയുന്നത്. അതുപോലെ തന്നെ കേളപ്പട്ടൻ ജാനുവടുത്തി നടന്നു പോകുമ്പോ കേളപ്പട്ടൻ ചോദിക്കുന്നുണ്ട്, അല്ല ജാനു ബിന്ദു ആ കേളപ്പട്ട ഒന്നും ഇത് പറയാൻ വന്നു മാറ്റാൻ പറ. ഞാനിവിടുന്ന് പറയാൻ മാറിങ്ങനെ ജാനുവടുത്തി കേളപ്പട്ടൻ ഇങ്ങനെ പോകുമ്പോ പറയുന്നുണ്ട്, അല്ല ജാനു ബിന്ദു പോന്നെ എന്റെ അമ്മ ഞാനല്ലേ എന്നാ ബിന്ദു ആണോ ഞാൻ ഓക്കട്ടെ ജാനു പൊടിമീശ എന്നെ കേളപ്പട്ടമ്മ എന്നാ പറവളൊക്കെ കേട്ടിട്ടുണ്ട് ഉണ്ട് ജാനു. ചില പെൺകുട്ടിയൊക്കെ പൊടിമീശ പറഞ്ഞാൽ നല്ല രസാക്കാമേ. ഉയ്യണ്ട ജാനു ഞാൻ വീണ് എല്ലാ ജാനു നടക്കുമ്പോ മുമ്പിൽ വലിയ കല്ലിട്ടേക്ക് പറയണ്ടേ ഞാൻ വീടില്ലേ. ബിന്ദുവിന്റെ പൊടിമീശങ്ങളെ കണ്ടിട്ട് ഇത്രയും വലിയ കല്ല് കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള നിഷ്കളങ്കമായിട്ടുള്ള തമാശ. പിന്നെ അതുപോലെ തന്നെ ജാനുവടുത്തിന്റെ തമാശ പറയുന്നത്, ജാനുവടുത്തി പുല്ല് പറിക്കുമ്പോ നിഷ്കളങ്കമായ തമാശ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പുല്ല് പറിക്കുമ്പോ 4 ബോംബ് സഞ്ചിയിൽ കിട്ടി ജാനുവടുത്തിക്ക്. ഇത് ആരോടും പറയാണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്ത പവി ചോദിക്കുന്നുണ്ട്, എല്ലാ ജാനുവടുത്തി എന്ത് വിഡിത്തങ്ങൾ ചെയ്ത് നിങ്ങൾ 4 ബോംബ് കിട്ടിയിട്ട് അങ്ങനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്ത് ഇത് കൊണ്ടുകൊടുക്കും മറ്റായിട്ട് ഒന്ന് പൊട്ടിയിട്ടുണ്ട് കത്തുതി. എന്ത് സ്ഥിതി? ഞാൻ പോലീസുകാരോട് പറയും 3 കിട്ടിയിട്ടുള്ളൂ. അത് പൊട്ടിയാൽ എന്താ സംഭവിക്കുന്നത് ജാനുവടുത്തി കേൾക്കണം. അതുപോലെ തന്നെ പിന്നെ ഈ കൊറോണ സമയത്ത് മീനൊക്കെ വലിയ വിലയായിരുന്നല്ലോ. ഈ സമയത്ത് മീൻകാരൻ പവിയോട് ജാനുവടുത്തി എഴുതുന്നുണ്ട്, കൊറേ സൈമന മീൻ കൂട്ടിട്ട് ഒരയിലൊക്കെ പൈസ. ജാനുവടുത്തി ഒരയിലൊക്കെ 100 റുപ്യാണ്. എല്ലാ മനെ ഇതെന്തോരം പൈസ കഴിഞ്ഞ് വാങ്ങുന്നത്. നിങ്ങൾ ഏത് ലോകത്താണ് ജാനുവടുത്തി? പെട്രോളിൽ എത്താറില്ല. അതിലിപ്പം കടയിൽ നിന്ന് പെട്രോൾ ജാനുവടുത്തില്ല. അതുപോലെ തന്നെ നമ്മളെ കണ്ണൂർ വടകര ഭാഗത്തൊക്കെ റോഡ് വീതിയാക്കുന്നത് കണ്ടിട്ട് ജാനുവടുത്തിന്റെ സംശയമാണ്. ഉരുപ്പങ്ങൾ എന്ത് വീതിയാക്കലാണ് വീതിയാക്കുന്നത്? ഇതെന്തിനാ ഇത്ര കാര്യം വീതി? ഇവരെ വീതിയാക്കല് കണ്ടാൽ വിചാരിക്കും ബസ് അല്ലേ ഇനി വിലങ്ങനെയാ. ഇങ്ങനെയുള്ള ഒരുപാട് തമാശ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് ഈ കാർട്ടൂണിൽ ആദ്യമായിട്ട് ഇറക്കിയ തമാശ എന്ന് പറയുന്നത്, അക്ഷര വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ജാനുവടുത്തിന്റെ വീട്ടിലേക്ക് പഞ്ചായത്ത് സെൻസസ് എടുക്കാൻ വേണ്ടി വരികയാണ്. 2 പേര് വന്ന് ചോദിക്കുന്നത്, ആ ഉണ്ടമ്മൽ ജാനുവിന്റെ വീടല്ലേ ആ മക്കളെ ഞങ്ങൾ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. എന്റെ മനെ എന്റെ സുഖമായിട്ട് അത് ഞാൻ പഞ്ചായത്തിന് കണക്കെടുത്തോ അവിടെ കക്കൂസ് ഉണ്ടേനോ? ഞാൻ കണ്ണേരെ തോന്നിട്ട് അതല്ലേ പഞ്ചായത്തിന് കണക്കിന്റെ ഇവിടെ ഗ്യാസ് ഉണ്ടേനോ? എനിക്കില്ലേ മനെ നിങ്ങൾക്ക് പുകയില്ല അടുപ്പ് കക്കൂസും പാസ്സായിട്ടുള്ള പഞ്ചായത്ത് അത് പറയാൻ വേണ്ടിട്ട് വന്നല്ലേ. എല്ലാ മനെ അടുപ്പ് പുകയില്ല പിന്നെ എന്തിനാ കക്കൂസ്? അങ്ങനെയുള്ള ഒരുപാട് പിന്നെ എന്തായാലും ഒരുപാട് ഗായകരുണ്ടെന്നൊക്കെ അറിയാം. എന്തായാലും ജാനുവടുത്തി ഒരുപാട് ഞാട്ടിപ്പാട്ടുകളും വടക്കൻ പാട്ടുകളൊക്കെ പാടുന്ന ആളാണ്. ജാനുവടുത്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മമ്മയുടെ സൗണ്ട് അനുകരിച്ചിട്ടാണ് അമ്മമാർ വേലകളിൽ പാടുന്ന ഒരുപാട് പാട്ടുകൾ. ഇങ്ങനെയുള്ള ഒരുപാട് പാട്ട് ജാനുവടുത്തിന്റെ ശബ്ദത്തിൽ നമുക്കറിയുന്ന ഒരു പാട്ട് ഞാൻ പാടാം. ഓക്കെ, ഞാൻ അടുത്തൊരു മ്യൂസിക്കോട് കൂടി നല്ലൊരു പാട്ടുണ്ട്. ഇതിലെ Kau
പരീക്ഷയുണ്ട്. ഒരു പാട്ടും കൂടി, ചെറിയൊരു പാട്ട് ഒരു ഉണ്ടാവും. ഓക്കെ, ഒരു പാട്ട് ഒരു ഹൗളിംഗ് കൂടുതൽ പാടുമ്പോന്നില്ലേ, സംസാരിക്കുന്നില്ല. ഒരു ജാനുവരികൾ സാക്ഷരത ക്ലാസ്സിലെല്ലാം പോകുന്നുണ്ടല്ലോ, അവിടുത്തെ വിശേഷങ്ങൾ എന്തല്ല, അവിടെ മലയാളം എടുക്കുന്നുണ്ടോ? മലയാളത്തിന്റെ കാര്യമൊന്നും പറയാത്തതാരോ നല്ലേ. മലയാളത്തിന്റെ കുമാരൻ മാഷ് ഓടുന്ന തറാന്നെഴുതിട്ട് എന്നോട് പറയുന്ന പറ നോക്കണ്ട. പിന്നെ പറയാന്നെഴുതിട്ട് എന്നോട് പറയുന്ന പറയാന്ന് പറയേണ്ട കുഞ്ഞിനാണ് മാഷ എന്താ കുമാരൻ മാഷ എന്താ മുഖത്ത് നോക്കി ഞാനങ്ങ് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് അവിടെ ഹിന്ദി ഉണ്ടോ? ഈ ഹിന്ദിയുടെ കാര്യം എന്നോട് പറഞ്ഞത് ഹിന്ദിന്റെ അക്ഷരം കണ്ടിട്ട് എനിക്ക് നാണായിട്ട്. ഹിന്ദിന്റെ അക്ഷരം കണ്ടിട്ട് ഞങ്ങളുടെ നാണം. ഹിന്ദിന്റെ അക്ഷരം കണ്ടിട്ട് ആരും വരെ കുപ്പായ ഉണ്ടാകും അറിയില്ല. ഒരു കൊളുത്ത് മാറിപ്പോന്നെ. പിന്നെ മാഷ് പറയുന്നതിന് ഹിന്ദി പെട്ടെന്ന് പഠിക്കാൻ പറ്റുമല്ലോ. അതിന് അത് ഞാൻ പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ ഞാനാണെങ്കിൽ ഇത് രണ്ടും വൃത്തം കിട്ടിയില്ല. ഇടക്കിടക്ക് ആപ്പ് വെച്ചു ഇത് മാത്രം ആപ്പ് കിടന്ന മക്കളെ കിട്ടുക. പിന്നെ മാഷ് പറഞ്ഞു തന്നെ നമ്മളെ പുഴയിൽ വരുന്ന പൂച്ച പോലും ഹിന്ദി അല്ലേ പറയും. പൂച്ച ഹിന്ദി പറയാം അങ്ങനെയാണല്ലേ. പൂച്ച നമ്മളെ പുഴ കാര്യം വരുമ്പോ ഞാൻ വന്നോട്ടെ എന്നാ ഹിന്ദി ചോദിക്കുന്നത്. ഒരുപാട് ഒരു പാട്ടും കൂടി പാടി
തങ്ങലം പാടുന്ന പാട്ടിലെ